നിങ്ങൾക്ക് S24 അൾട്ര വേണോ S25 അൾട്ര വേണോ? പെട്ടുപോയവർ ഒരിക്കലും നമ്മൾ ഒരുപാട് കളിയാക്കരുത്. കാരണം നമുക്കറിയാൻ പറ്റാത്ത മേഖലയാണെങ്കിൽ നമ്മളും അതിൽ പെടാം. ഇപ്പോൾ ഒരു മൊബൈലിനെ പറ്റി അധികം അറിവൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഇതുപോലെ S25 അൾട്ര ഇത്രയും GB മെമ്മറി ഉണ്ട് ഇതെല്ലാം കാണിച്ചിട്ട്, അതുമാത്രമല്ല അവർ ഇതും കൂടി എടുത്തിട്ട് ഇതിൽ നിന്ന് S Pen എടുത്ത് ഇതിൽ വരച്ചും കൂടി കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാവരും ഇതിൽ പെട്ട് തന്നെ പോകും. ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചാൽ കുവൈറ്റിൽ സംഭവിച്ചാണ്. അവിടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് പറഞ്ഞ് അയാളെ കൊണ്ട് എടുപ്പിച്ചാണ് ഈ ഒരു ഫോൺ. ഇവർ വിചാരിക്കുന്നത് കുറഞ്ഞ വിലക്ക് ഫോൺ കിട്ടുകയും അതേ സമയത്ത് അയാളുടെ ബുദ്ധിമുട്ടുള്ള സമയത്ത് അയാളെ സഹായിക്കാനും കൂടി കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തിലാണ് ആക്ച്വലി ഈ കസ്റ്റമർ അയാളെ സഹായിച്ചത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊണ്ടു നോക്കാൻ നേരത്ത് ഇതിൽ സിം എടുക്കുന്നില്ല. ഇനി സിം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് IMEI ഇല്ല. ഇതൊന്നും ഇവർക്ക് അറിയാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ വേറൊരു ഫോൺ ഇത് കണ്ടപ്പോഴാണ് അപ്പുറത്തെ കടക്കാരൻ കൊണ്ടു കാണിച്ചേക്കുന്നത്. വേറൊരു കസ്റ്റമർ വിൽക്കാൻ വേണ്ടി കൊണ്ടു വെച്ചാണ് S24 അൾട്ര. ഇത് തന്നെ കേസ്. ഇത് ഒത്തിരി ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട്. സൂക്ഷിക്കുക. അറിയാവുന്ന ഷോപ്പുകളിൽ നിങ്ങളുടെ പരിസരങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന കടകളിൽ മാത്രം പോയിട്ട് സാധനങ്ങൾ മേടിക്കുക. പുറത്തുനിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പെട്ട് ലഭ്യരാകാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പൈസ അത് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അതിന് ഒരുപാട് വിലയുള്ളതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇതുപോലെയൊക്കെ പെട്ടിട്ട് നിങ്ങൾ പെട്ടുപോകാതിരിക്കുക. OLX അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ പറ്റലുകൾ പറ്റുന്നുണ്ട്. നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുക. അറിയാവുന്ന ഷോപ്പുകളിൽ മാത്രം നോക്കുക. നിങ്ങളുടെ പൈസ നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളത് സംരക്ഷിക്കുക.